എന്നിട്ട് സാധനങ്ങൾ എവിടെ? ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. അതിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാർക്കറ്റ് കുത്തിയിരിക്കുവായിരുന്നോ? എന്താ മാർക്കറ്റിൽ ഇത്ര സമയം നിൽക്കാൻ പാടില്ലെന്നുണ്ടോ? കൂടുതൽ നേരം നിന്നാ പോലീസ് പിടിക്കോ? കണ്ടോ, ഈ ചാട്ടവും ബഹളവും ഒക്കെ കാണുമ്പോ തന്നെ മനസ്സിലാകത്തില്ലേ എന്തോ കള്ളത്തരം ഒളിക്കുകയാണെന്ന്. നമ്മളെ ഇതുപോലെ കിട്ടുന്ന സമയത്തൊക്കെ കൊട്ടിക്കൊടുക്കണം. പിന്നല്ല. ബാലു പതുക്കെ പറ, അമ്മ കേൾക്കും. കേൾക്കട്ടെ, അമ്മ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ആ പിള്ളയൊക്കെ അമ്മയുടെ ക്യാരക്ടറിന് വരെ കുത്തി പറഞ്ഞു തുടങ്ങി. അമ്മ തുറന്നു പറയണം അമ്മയുടെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന്. ഞാൻ അന്നും പറഞ്ഞില്ലേ, അമ്മ എന്തോ ഒരു ഭീഷണിയുടെ നിഴലില്ല. എനിക്ക് തോന്നുന്നത് വേറെ കാറ്ററിംഗുകാരോ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നാ. അത് തന്നെയായിരിക്കും കാര്യം. എങ്കിലത് തുറന്ന് പറയാലോ, നമുക്ക് ഇടപെടാം. അമ്മ ഒന്നും പറയാതെ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിച്ചാൽ അമ്മ വെറുതെ ടെൻഷൻ അടിക്കും, നമുക്കത് ബുദ്ധിമുട്ടാവും. എനിക്കറിയാം അമ്മ പാവുക. പാവെന്ന് വെച്ചാ പഞ്ച പാവു അമ്മ. ആർക്കും ദ്രോഹം വരുന്ന ഒന്നും ആ പാവത്തിന് ചെയ്യാനാവില്ല. അമ്മയെ പോലെ ഇങ്ങനെ സാധുവായ ഒരാളെ ആരെങ്കിലും പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാരാണെന്ന് കണ്ടുപിടിച്ച് ആ പേടി നമ്മൾ മാറ്റണം. ഞാനിപ്പോ തന്നെ അമ്മയോട് അത് ചോദിക്കാം. ബാലു വേണ്ട, ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. ഇപ്പൊ തന്നെ അമ്മ ഓരോ ചോദ്യങ്ങളൊക്കെയായി അമ്മ ആകെ ടെൻഷനില്ല. പാവം, ഒന്ന് വിശ്രമിക്കട്ടെ. രാവിലെ ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് ചോദിക്കാം. ഞാൻ ചോദിക്കാം. ഏട്ടാ, ഈശ്വര, ഇതാണോ ചെറിയ പരിക്കെന്ന് പറഞ്ഞത്? ഈ ഒരു കൊഴുപ്പിക്കലാണ് സുധാമണി വീണത്. ആ സമ്മതിച്ചിരിക്കുന്നു, ഏട്ടനെ സമ്മതിച്ചിരിക്കുന്നു. ഹോ, ആദ്യം കണ്ടപ്പോഴേ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്റെ ഭാര്യയെ. എന്തായാലും സുധാമണി ചെറിയൊരു പരിഭ്രാന്തിയില്ല. അവളുടെ മനസ്സൊന്ന് പതറിയിട്ടുണ്ട്, അതുറപ്പാ. ഇനിയൊരു വരവ് കൂടി വന്നു കഴിയുമ്പോ അവൾ പൂർണ്ണമായി മാറും. ഇനി അധികം വൈകിപ്പിക്കരുത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ ലക്ഷ്യം നേടണം. ആ അതെ, അതിനുവേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടുന്നതൊക്കെ. ഈ ആശുപത്രിയിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോഴേക്കും അവളുടെ മനസ്സ് ഞാൻ മാറ്റിയിരിക്കും. അവൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പിള്ളേർക്കാവില്ല. എന്റെ കാര്യം നേടിക്കഴിഞ്ഞാൽ നമ്മൾ 3 പേരും പറക്കും. സുധാമണിക്കോ അവളുടെ പിള്ളേർക്കോ പിന്നെ എന്ത് സംഭവിച്ചാൽ നമുക്കെന്താ? ഈ ബാൻഡേജ് ഒക്കെ എവിടെ? ഇവളുടെ മുന്നിൽ എന്തിനാണ് സിസ്റ്ററെ എനിക്ക് ബാൻഡേജ്? ഇതെന്റെ ഭാര്യയാണ്, യഥാർത്ഥ ഭാര്യ. ബെറ്റിന്റെ ക്യാഷ് റെഡി ആക്കിക്കോ. അമ്മ, അമ്മയുടെ സാരി സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എന്റെ മോള് വാങ്ങി തന്നതാ. ഓ, നീ എന്തെന്നാണ് നോക്കുന്നേ? അല്ല, അമ്മ റെഡിയാണോ? ആ, ഞാൻ റെഡിയാ. നിങ്ങൾ റെഡിയല്ലേ? ഞാൻ ബെറ്റ് തോറ്റുപോയല്ലോ. ബെറ്റോ? എന്ത് ബെറ്റാടാ? അല്ല, ഞങ്ങൾ ഇന്നലെ ഒരു ബെറ്റ് വെച്ചായിരുന്നേ. ഞാൻ പറഞ്ഞു അമ്മ രാവിലെ കുറെ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടായിരിക്കും അപ്പുവിന്റെ വീട്ടിലേക്ക് വരുന്നേന്ന്. എന്തു പറ്റി?
അപർണേച്ചി ഒരു പാട്ട് പാട്. ആ എന്താടാ സാഗരെ, പെട്ടെന്ന് നിനക്ക് എന്നെ കൊണ്ട് പാടിക്കണം എന്നൊരു തോന്നല്? നമ്മൾ സന്തോഷമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവല്ലേ, അപ്പൊ കുറച്ച് അടിപൊളിയായിട്ടൊക്കെ പോണ്ടേ, അതുകൊണ്ടാ. ചേച്ചി പാട്. ബെസ്റ്റ്. ഞാൻ പാടിയല്ലേ നിങ്ങളൊക്കെ ഓടും. ഏയ് അത് ചേച്ചി എളിമ കാണിക്കുന്നതാ. ചേച്ചി നല്ല സൂപ്പർ ആയിട്ട് പാടും. പാട് ചേച്ചി. എന്റെ പൊന്നോ, എന്നെ ഒന്ന് വിട്ടേക്ക് മോളെ. എങ്കിൽ ശരി, ഞാൻ ഒരു പാട്ട് പാടാം. അയ്യോ ദൈവമേ, അത് മാത്രം വേണ്ട, നമ്മളൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ. മോളെ, ഒന്ന് വണ്ടി നിർത്തുവോ എവിടെയെങ്കിലും? എന്താ അമ്മേ? നമുക്ക് എന്തെങ്കിലും പലഹാരങ്ങൾ വാങ്ങിട്ട് പോവാം. എനിക്കെന്തോ ഒരു തൃപ്തി കിട്ടുന്നില്ല. ഇതായിരുന്നോ കാര്യം? എന്റെ പൊന്നമ്മേ, അമ്മ എന്റെ വീട്ടിലേക്കാ വരുന്നേ. എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. അമ്മ അതങ്ങ് വിട്ടേക്ക്. അതെ, അമ്മ ആ കാശ് എനിക്ക് തന്നേക്കും. ഞാൻ നേച്ചർ ക്ലബിലേക്ക്. എന്ത് ക്ലബ്ബ്? ഞാൻ അപർണേച്ചോട് പറഞ്ഞില്ലേ നേച്ചർ ക്ലബിന്റെ കാര്യം. ആ ആദർശിന്റെ ലീഡർഷിപ്പിലുള്ള നേച്ചർ ക്ലബ്ബ്, അതിലേക്ക്. പുള്ളിക്കാരനെ ഈ ആദർശം ഉണ്ടല്ലോ, ആളൊരു സംഭവം. ഇത്രയും ജനുവിനായിട്ടുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സൂരജിന്റെ ഒരു അനുഭവം അത് മനസ്സിൽ വേണം. ഏയ് സൂരജ് എവിടെ, ആദർശ് എവിടെ? ആദർശ് ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്. അമ്മയുടെ ഫോണാണല്ലോ. സിറ്റി ഹോസ്പിറ്റലാണല്ലോ. സിറ്റി ഹോസ്പിറ്റലിൽ നിന്നോ? അവിടെ നിന്ന് എന്തിനാ വിളിക്കുന്നത്? അമ്മ ഫോൺ കിട്ടിയതോ? കട്ട് ചെയ്തു. ഒന്നുകൂടെ വിളിക്കേ. വീണ്ടും സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ. ഫോൺ എടുക്കമ്മേ. അവിടെ ക്യാൻറ്റീനില് കോൺട്രാക്ട് ഉണ്ട്. അവര് അതിനു വേണ്ടി വിളിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ സംസാരിച്ച ശരിയാവില്ല. എടുക്കുന്നില്ല. വർത്തമാനമൊക്കെ പിന്നെ പറയാം. യാമിനി, ആദ്യം ഒരു കാപ്പി കുടിക്കണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി പിന്നീട് സംസാരിക്കാം. എന്തായാലും അപ്പു, നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എല്ലാവരും കൂടിയാ വരുന്നതെന്ന് ഒന്ന് വിളിച്ചു പറയണ്ടായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും മാത്രമേ കാണൂന്ന് കരുതി രണ്ടുപേർക്കുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടുള്ളൂ. അതൊന്നും സാരമില്ല. ഞങ്ങൾ കാപ്പി കുടിച്ച ഉടനെ ഇറങ്ങിയത്. എന്ത് സാരമില്ലെന്ന്? ഞങ്ങൾക്ക് സാരമുണ്ട്. വിരുന്നിന് വിളിക്കാന്നുള്ളത് ഒരു ചടങ്ങാ. ആ ചടങ്ങിന് വന്നിട്ട് കാപ്പി പോലും തന്നില്ല എന്ന് വെച്ചാ, വിരുന്നിന് വന്നവര് വെറും കൈയോടെ വരുന്നത് നിങ്ങളുടെ മര്യാദ. വിരുന്നിന് വന്നവരെ വേണ്ട രീതിയിൽ സൽക്കരിക്കാന്നുള്ളത് ഞങ്ങളുടെ മര്യാദ. അച്ഛമ്മേ, അതിന് വിഷമിക്കണ്ട. ഉച്ചഭക്ഷണം ഞങ്ങൾ കാര്യമായിട്ട് കഴിച്ചോളാം. പറ്റില്ല, കാപ്പി കുടിക്കണം. മഹേഷ്, നിങ്ങൾ അതുവരെ സംസാരിച്ചിരിക്കെ. ഞാൻ തങ്കത്തോട് കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് വരാം. എന്താ വേണ്ടത്? പുട്ട്, ദോശ, അപ്പം. എന്തായാലും റെഡിയാക്കല്ലേ? അപ്പൊ പിന്നെ ഇത്തിരി ഗ്രാൻഡ് ആയിട്ട് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ ദേ വരുന്നു. വാ അമ്മേ. അപ്പു, യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? പിന്നെ സുഖായിരുന്നു പപ്പ. അതെ, അത് മതി. മീനാക്ഷി, അപർണേച്ചിയുടെ കൂടെ നീയും ചെല്ല്. അത് അടിപൊളി, ഞാൻ റെഡി. എങ്കിൽ ഞാനും വരാം. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു തർക്കം? എന്റെ മോളെ, ദിവസം 10-12 പേർക്കെങ്കിലും ആഹാരം വെക്കുന്നോളാം ഞാൻ. ഇന്ന് രാവിലെ പാചകം ചെയ്യാത്തോണ്ട് ഒരു ഉന്മേഷക്കുറവുണ്ട്. ഞാൻ അടുക്കളയിൽ കയറാം. ഒരാഴ്ച മണിക്കൂർ എല്ലാം പെട്ടെന്ന് ശരിയാക്കാന്നേ. വേണ്ടമ്മേ, അപ്പവും മീനാക്ഷിയും കൂടെ ചെയ്യും. ഇല്ലെങ്കിൽ ഞാനും കൂടാ. എന്നാ പിന്നെ ഞാനും വരാം. ഇന്നത്തെ പാചകം നമുക്ക് ആണുങ്ങൾക്ക് ഏറ്റെടുക്കാം. മഹേഷേ, നീ പാചകം ചെയ്യാന്നോ?
കട്ടൻ ചായ ഉണ്ടാക്കാൻ പറഞ്ഞ കാപ്പിപ്പൊടി ഇടുന്ന കക്ഷിയാ പാചകം ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പാചകം എന്ന് പറയുന്നത് എന്റെ ഒരു സന്തോഷ. അതിന് ഒരു അവസരം കിട്ടിയ ഞാൻ വിട്ടുകളയില്ല. അതുകൊണ്ട് മോളെ, മഹേഷ് സാറേ, നിങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കെ. ഇനി ഇതിലൊരു വർത്താനവും ഇല്ല, കേട്ടല്ലോ? അപർണയുടെ മമ്മി എന്തൊക്കെ വിഭവങ്ങൾ വേണമെന്ന് ഇങ്ങ് പറഞ്ഞെന്നാ മതി. അമ്മ പ്ലീസ്, ഞാനും കൂടി വരാം. ഷേ, ഇതെന്തൊരു കഷ്ടാണപ്പ. ആരും വരണ്ട. എന്നെ സഹായിക്കാൻ ആരെങ്കിലും വന്നാലേ ഞാൻ പിണങ്ങും. തീർച്ച അവിടെ നിന്നോളാം. ബാലു, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. സാഗർ, മീനാക്ഷി, ബോറടിക്കണെങ്കിലേ പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കാണ്. വിഷമിക്കണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം. സുധാമണി ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും വലിഞ്ഞു കയറി വന്നത് അബദ്ധമായി പോയല്ലോന്ന്. ഏയ്, സുധാമണി അങ്ങനെയൊന്നും കരുതില്ലമ്മേ. സുധാമണി പറഞ്ഞില്ലേ, ഈ വീട്ടിലെ ഒരാൾ. അങ്ങനെയാ സുധാമണി പെരുമാറുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഇതുപോലെ അവസരങ്ങളില് ഒരിടത്ത് വിരുന്നിന് പോയാ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോവില്ലേ, ഈ ബേക്കറി സാധനങ്ങളൊക്കെ. പക്ഷേ സ്വന്തം വീടാണെന്ന് കരുതിയത് കൊണ്ടാ സുധാമണി കയ്യും വീശിങ് പോകുന്നത്. സത്യം സുധാമണി, കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് തോന്നിയതേ എന്തെങ്കിലുമൊക്കെ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന്. പിശുക്കി പിശുക്കി പൈസ ഉണ്ടാക്കുന്നത് ഒരു കണക്കിന് നല്ലതാ. അമ്മ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കില്ല. ഇങ്ങനെ ഓരോ പൈസ സമ്പാദിച്ചിട്ട് കാര്യം എന്തുവാ? എടി മോളെ, പൈസ ഉണ്ടെങ്കിലല്ലേ ചെലവാക്കാൻ പറ്റൂ. അല്ല പിന്നെ സുധാമണിയുടെ വീടും ചുറ്റുപാടും ഒക്കെ നമുക്ക് അറിയാമല്ലോ. ആ കോളനിയിലെ ഒരു 1.5 മുറി വീട്. അതിപ്പോ വേണോ അവിടുന്ന് ഇറങ്ങി പോവാൻ പറയും. അല്ല, അവിടുത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ നമുക്ക് അറിയാമല്ലോ. നമ്മൾ അത് സ്വയം മനസ്സിലാക്കണം, അല്ലേ സുധാമണി? ഞാൻ ജോലി തുടങ്ങട്ടെ. സുധാമണി ജോലി ചെയ്യട്ടെ അമ്മേ. സുധാമണി, പാത്രങ്ങളൊക്കെ നന്നായിട്ട് വെളുക്കണം, അഴുക്കൊട്ടും പാടില്ല. നീ എന്താ യാമിനി തങ്കത്തിനോട് പറയുന്നത് പോലെ സുധാമണിയോട് പറയുന്നേ? അതൊന്നും ശരിയല്ല കേട്ടോ. അതൊന്നും സാരമില്ല അമ്മേ. എനിക്ക് തങ്കം സഹോദരിനെ പോലെ തന്നെയാ. ശരി ശരി, എന്നാ സുധാമണി ജോലി തുടങ്ങിക്കോ. ഒക്കെ പെട്ടെന്ന് തീർക്കണം. പിന്നെ ആഹാരത്തിനൊക്കെ നല്ല രുചി വേണം. രുചി കുറഞ്ഞാൽ ഞങ്ങള് കഴിക്കില്ല. സുധാമണിയിൽ കൂടി എന്റെ മക്കളെ സ്വാധീനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ മരിച്ചു പോകുമെന്ന. ഞാൻ മരിക്കുമെന്ന് ഉറപ്പായാൽ തീർക്കും ഞാൻ. എന്റെ ചോരയിൽ ജനിച്ചവരാണ് എന്റെ മക്കളെന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് ജീവിക്കണം, അത് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവർ ചത്താലും ജീവിച്ചാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. ഏയ് കൃഷ്ണമൂർത്തി, എന്താ ഇത്? ഇതൊരു ആശുപത്രിയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കി ഞങ്ങളുടെ പണി കൂടി കളയരുത്. അത് ഡോക്ടർ പേടിക്കണ്ട. എനിക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് ഒരു അപകടമുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടത് 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ 2 പേരുടെയും അക്കൗണ്ടിലും. വേണ്ട, വരട്ടെ, എല്ലാം കഴിയട്ടെ. പേടിക്കാതെ ഡോക്ടർ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുന്നവരെ ഞാൻ സന്തോഷിപ്പിക്കേയുള്ളൂ. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അറിഞ്ഞത് ചെയ്തിരിക്കും. ബാലു, എന്നോട് ക്ഷമിക്കണം. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സാകെ പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷേ സാഹചര്യം അതിനെ അനുവദിക്കുന്നില്ല.
ബാലുവിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ആ, അച്ഛമ്മ അടുക്കളയിലെ പാചകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മ അതങ്ങ് ഏറ്റെടുക്കായിരുന്നു. തങ്കത്തിന് അസുഖാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചെയ്തോളാന്ന് അമ്മ സന്തോഷത്തോടെ പറഞ്ഞ് ഏറ്റെടുത്തതാ. അമ്മ പാചകം ചെയ്ത അമ്മയുടെ പാചകത്തിന്റെ പ്രത്യേകത ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എന്ന് ഞാനും കരുതി. ബാലു കണ്ടില്ലേ, അടുക്കള ജോലി ഞാൻ ചെയ്യാന്ന് ഞാൻ നിർബന്ധിച്ചതല്ലേ. പക്ഷെ അമ്മ എന്നെ തടഞ്ഞു. അമ്മ തന്നെ ചെയ്തോളാന്നും പറഞ്ഞു. അമ്മ അത് പറഞ്ഞത് അമ്മയുടെ ഒരു തിരിച്ചറിവും വിവേകവും കൊണ്ടാ. ഇവിടെ പലർക്കും അമ്മയും സാഗറും മീനാക്ഷിയും വന്നതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അമ്മയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അങ്ങ് അമ്മ അഭിനയിച്ചതാപ്പൂ. മീനാക്ഷിക്കും സാഗറിനും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഞാനും കൂടി ചെന്ന് അമ്മയെ സഹായിക്കാം. താൻ നിക്ക്. താൻ കൂടി ചെന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ബാലു, ഞാൻ അടുക്കളയിലേക്ക് പോവാന്ന് പറഞ്ഞത് ദേഷ്യത്തോടെ അല്ല. ബാലു പറയുന്നത് കൃത്യമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ. ബാലു വിട്ടെ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഇല്ല, വിടില്ല. ഞാനൊന്ന് പോട്ടെ ബാലു, ഞാൻ ചെന്ന് സഹായിക്കാം. നിക്കാനല്ലേ ഞാൻ തന്നോട് പറഞ്ഞത്. എടോ, സത്യത്തിൽ ഇന്ന് ഇവിടെ യാമിനി ആന്റിയും അങ്കിളും അച്ഛമ്മയും അമ്മയും ഞാനും താനും മീനാക്ഷിയും സാഗറും ഒക്കെ കുട്ടിക്കളിയും ചിരിയുമായിട്ടിരിക്കേണ്ട ദിവസമാ ഇന്ന്. വീടൊക്കെ ചുറ്റി നടന്ന് കണ്ട് നേരം പോക്കൊക്കെ ആയിട്ട് കഴിയേണ്ട ദിവസമാ. പക്ഷേ ഇവിടെ 2 ശത്രു വീട്ടുകാർ ഒത്തുകൂടിയൊരു ഫീലാ. അതൊക്കെ കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ. പോട്ടെ. താൻ പറഞ്ഞതുപോലെ അമ്മ എന്തായാലും അടുക്കളയിൽ കയറി. അമ്മയുടെ കൈപുണ്യം ഇവിടെ എല്ലാവരും ഒന്ന് അറിയട്ടെ. അമ്മ ഇവിടെ എന്താ ചെയ്യുന്നേ? അല്ല മോളെ, ഞാൻ ഈ പാത്രങ്ങളൊന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ചു. പാത്രം കഴുകി വെക്കാന്ന് വിചാരിച്ചെന്നോ? പാത്രം കഴുകാനാണോ അമ്മ ഇങ്ങോട്ട് വന്നത്? പാത്രം കഴുകാനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്റെ മമ്മിയുണ്ട്, അച്ഛമ്മയുണ്ട്, തങ്കമുണ്ട്. അമ്മ എന്തിനാ പാത്രം കഴുകിയേ? അതിനുത്തരം പറഞ്ഞാ മതി. എന്റെ മമ്മി പറഞ്ഞോ അമ്മയോട് പാത്രം കഴുകാൻ? അയ്യോ, അത് അച്ഛമ്മ പറഞ്ഞോ? അങ്ങനെയാണെങ്കിലേ അമ്മ വരണ്ടായിരുന്നു. മോളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചേച്ചിയോട് ഞാനൊന്നും ചോദിച്ചില്ല. എന്നെയും ബാലുവിനെയും സാഗറിനെയും മീനാക്ഷിയും ഒക്കെ വിഷമിപ്പിച്ചാലേ അമ്മയ്ക്ക് സമാധാനം കിട്ടുമല്ലേ? മോളെ, കുറച്ചു നേരത്തെ എന്താ അമ്മ വലിയ വായില് പറഞ്ഞേ? രാവിലെ പാചകം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നല്ലേ? ഇതാണല്ലേ പാചകം? പാവം മീനാക്ഷി, അവളവിടെ നെഞ്ചു പൊട്ടി നിക്ക. മോളെ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, പറയാനുള്ളതൊക്കെ ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് കുറച്ച് ചോദിക്കാനുണ്ട്. അമ്മ വന്നേ. അമ്മ വരുന്നുണ്ടോ? വേണ്ട മോളെ, വിട്. വേണ്ട മോളെ, വേണ്ടാന്ന്. മമ്മി വിളിക്കണ്ട കുട്ടി. മമ്മി, അച്ഛമ്മ, അമ്മ അടുക്കളയില് പാത്രം കഴുകായിരുന്നു. ആര് പറഞ്ഞിട്ടാ അമ്മ പാത്രം കഴിയത്? അതെനിക്കറിയണം. അല്ല, അമ്മ എന്തിനാ? ബാലു, ഞാൻ ചോദിക്കാം. ഇതിപ്പോ എന്റെ അമ്മയാ. എന്റെ അമ്മയ്ക്ക് ഈ വീട്ടിൽ വെച്ചൊരു അപമാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതും പരിഹാരം ചെയ്യേണ്ടതും ഞാനാ. ഞാനത് ചെയ്യും. ബാലു, മീനാക്ഷി, സാഗറും ഇതിൽ ഇടപെടണ്ട. ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം കിട്ടണം. എന്താ പറഞ്ഞ? സുധാമണി അടുക്കളയിൽ പാത്രം കഴുകായിരുന്നോ? എന്താ സുധാമണി ഇത്? ഞങ്ങള് ചീത്തപ്പേര് കേൾപ്പിക്കാനാണോ? സുധാമണി ഞങ്ങളുടെ അപ്പുമോളുടെ ഭർത്താവിന്റെ അമ്മയാ. അതായത് എന്റെ മോളുടെ സ്ഥാനം. യാമിനിക്ക് സഹോദരി സ്ഥാനം. അങ്ങനെ ഒരാളെ കൊണ്ട് ഇമാതിരി ജോലി ചെയ്യിപ്പിക്കുവോ? എന്നാലും സുധാമണി, ഞങ്ങളോട് ഈ കൊലച്ചതി ചെയ്യണ്ടായിരുന്നു. അങ്കിൾ ക്ഷമിക്കണം. ഇവിടെ വന്നപ്പോഴേ ഞാൻ പലതും ശ്രദ്ധിക്കുകയായിരുന്നു. അമ്മയും സാഗറിനെയും മീനുവിനെയും കണ്ടപ്പോ ഇവിടെ ചിലരുടെ മുഖം മങ്ങുന്നതും കുത്തുവാക്ക് പറയുന്നതും ഒക്കെ. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഒന്ന് സമാധാനത്തോടെ കേക്ക്. ആ പാത്രങ്ങൾ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തോടെ കഴുകിയതാ. നീ ഒച്ചെടുക്കാതെ. ഞാൻ ആഹാരം പാകം ചെയ്യാൻ തുടങ്ങുമ്പോ സിങ്കില് പാത്രങ്ങൾ കിടക്കുന്നത് കണ്ടു. തങ്കം ഇതൊക്കെ കഴുകാൻ തുടങ്ങായിരുന്നു. തങ്കത്തിന് വയ്യല്ലോ. ഞാൻ തങ്കത്തോട് പറഞ്ഞു ഞാൻ കഴുകിക്കൊള്ളാം. തങ്കം തടഞ്ഞിട്ടും ഞാൻ സമ്മതിച്ചില്ല. അല്ല, നിങ്ങള് തങ്കത്തോട് ചോദിച്ചോക്ക്. ആ ദാ വന്നല്ലോ. അല്ലാതെ വെറുതെ അപർണേന്റെ അച്ഛമ്മയും അമ്മയും കുറ്റപ്പെടുത്തണ്ട. അമ്മ എന്ത് പറഞ്ഞാലും എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. വെറുതെ ന്യായീകരിക്കാൻ നോക്കണ്ട.
ഇനി ഞാനൊരു കാര്യം തീരുമാനിക്കാൻ പോവാ. സുധാമണി ഇനി അടുക്കളയിൽ കയറാൻ പാടില്ല. ഈ വീട്ടിലെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. അയ്യോ, അതൊന്നും വേണ്ട. എന്റെ അസുഖം മാറി. ഇനി ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ എല്ലാരും ക്ഷമിക്കണം. അമ്മേ വാ. നിങ്ങൾക്ക് മാസം തോറും കൃത്യമായിട്ട് ശമ്പളം തരുന്ന ആളാണ് കിരൺ. അങ്ങനെ ഒരാളെ വിളിക്കുമ്പോ സന്തോഷമല്ലേ തോന്നുന്നത്? ആന്റി, വേണ്ട, പറയേണ്ടത് ഞാൻ പറയാം. കിരൺ ഞങ്ങളുടെ ബോസ് തന്നെയാ. അത് പക്ഷെ അങ്ങ് ഓഫീസില്. അവിടെ ഞങ്ങൾ കിരണിന് MD എന്ന ബഹുമാനം കൊടുക്കുന്നുണ്ട്. ഇവിടെ കിരൺ വരുമ്പോ അങ്ങനെയല്ല. ഈ നിൽക്കുന്ന അമ്മ ഉൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഓർമ്മകളുണ്ട് കിരണിനെ കുറിച്ച്. നിന്റെ ഈ ജയം താൽക്കാലികമാ. അവസാനം ജയം എനിക്കായിരിക്കും. നീ നോക്കിക്കോ. ഇവിടെ മമ്മി കിരണിനെ ക്ഷണിച്ചിരിക്കുന്നത് ഞങ്ങളെ തോൽപ്പിക്കാനാ. രാവിലെ വന്നിറങ്ങിയത് മുതൽ അമ്മയെ കൊച്ചാക്കാനുള്ള പല സന്ദർഭങ്ങളും മമ്മി ഉണ്ടാക്കി. എല്ലാം മനസ്സിലായിട്ടും ഒന്നും അറിയാത്തതുപോലെ ഞാൻ നിന്നു. പക്ഷെ കിരണിനെ മുൻനിർത്തി ഞങ്ങളെ തോൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? അത് നടക്കാൻ പോകുന്നില്ല. ഇവരെല്ലാം കിരണിന്റെ മുമ്പിൽ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാന്ന് കരുതണ്ട. ഇതില് ഞാൻ മമ്മിയെ തോൽപ്പിക്കാൻ പോവാ. അമ്മേ, നമ്മൾ ഈ വിരുന്ന് ബഹിഷ്കരിക്കും. തിരിച്ചു വീട്ടിൽ പോവാ. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. മോളെ, എന്താ അമ്മയ്ക്ക് ഇവിടെ നിൽക്കണോ? എങ്കിൽ അമ്മ നിന്നോ. ഇവിടെ ഇരുന്ന് വിരുന്നൊക്കെ ആസ്വദിക്ക. കിരൺ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. ഞാനല്ല, നമ്മള് 4 പേരും മരിക്കുന്നത് വരെ മറക്കൂല. അമ്മ എന്താ പറഞ്ഞ? നിങ്ങൾ 4 പേരുന്നോ? അപ്പൊ ഞാനോ? ഞാൻ ഈ വീട്ടിലെ ആളല്ല. അയ്യോ, നിങ്ങൾ 4 പേരല്ല, നമ്മള് 5 പേരാ. നമ്മളെല്ലാവരും ഒറ്റ ടീമാ. ഈ ടീമിലെ ഒരാൾക്കൊരു പ്രശ്നം വന്നാ മറ്റുള്ളവരും ഒരുമിച്ച് നിൽക്കും. സത്യത്തില് അവിടെ ചെന്നിറങ്ങി മമ്മിയുടെ പ്രതികരണം കണ്ടപ്പോ ഞാനാകെ കുറ്റബോധത്തോടെയാ നിന്നേ. പിന്നെ അമ്മ അടുക്കള കയറ്റി എച്ചിൽ പാത്രം കഴിയിച്ചപ്പോ എന്റെ സർവ്വ നിയന്ത്രണവും പോയതായിരുന്നു. പക്ഷേ അപ്പോഴും അമ്മയുടെ ഇഷ്ടത്തോടെയാണെന്ന് പറഞ്ഞ് തടഞ്ഞു. ഒടുവിൽ കിരണിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാൻ പ്രതികരിച്ചു. എന്നാലും അമ്മയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്തിച്ചതില് എനിക്ക് നല്ല വിഷമമുണ്ട്. മതി, നിർത്ത്. ജോലി തീർക്ക് പെട്ടെന്ന്. ചുമ്മാ വായിട്ടലക്കുന്നു. ഹലോ, എന്നെ മറന്നു അല്ലേ സുധേ? എന്നെ കൈവിട്ടോ? ഹലോ, ഞാൻ നിന്റെ ഭർത്താവാ, കൃഷ്ണമൂർത്തി. എന്റെ ഫോണാണെന്നറിഞ്ഞാൽ നീ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാ വേറൊരു ഫോണിൽ നിന്ന് വിളിക്കുന്നത്. എന്നെ കൈവിട്ട് കളഞ്ഞു സുധാമണി. നീ ഇവിടുന്ന് പോയത് മുതൽ നീ ഇപ്പൊ വരും എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നീ ഉടൻ വരുമെന്ന് പറഞ്ഞ് ഈ സിസ്റ്റർമാർ എന്നെ ആശ്വസിപ്പിച്ചു. സത്യത്തിൽ എനിക്കിപ്പോ നിന്നെ അവിടെ വന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇല്ല, പേടിക്കണ്ട. എനിക്കിവിടുന്ന് അനങ്ങാൻ പറ്റിയിട്ട് വേണ്ടേ സുധേ അങ്ങോട്ട് വരാൻ. പക്ഷേ നീ വരണം, വന്നേ പറ്റൂ സുധാമണി.
ഞാൻ നിന്റെ കാലിൽ പിടിച്ച് കെഞ്ചുക, നീ വരണം. വരാം. എനിക്ക് അത്യാവശ്യം ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് തീർത്തിട്ട് വരാം. താങ്ക് യു സുധേ, താങ്ക് യു. ലവ് യു. അമ്പോ, എന്റെ പൊന്നു സാറേ, സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്റെ ഫോണിങ്ങെടുക്ക്. താങ്ക് യു. എനിക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്റെ ദൈവമേ. തീർന്നു, എന്റെ ജീവിതം തീർന്നു. ചേച്ചി, ചേച്ചിക്ക് എന്താ പറ്റിയേ? ബാലുവിനെ അറിയിക്കട്ടെ? നീ ചെന്ന് ബാലുവിനെ വിളിച്ചു പറ. വേണ്ട, ആരെയും വിളിക്കണ്ട, ആരെയും വിളിക്കണ്ട. ആരാ ചേച്ചിയെ ഫോൺ ചെയ്തത്? എന്താ കാര്യം? ചേച്ചി ആകെ വല്ലാണ്ടായല്ലോ. ഒന്നുമില്ല, ഒരു ബാങ്കിൽ നിന്ന് വിളിച്ചതാ. ലോണിന്റെ തിരിച്ചടവിന്റെ കാര്യം സംസാരിക്കാൻ. പൈസന്റെ കാര്യം ആലോചിക്കുമ്പോ വെപ്രാളം കൊണ്ട് ഞാൻ വല്ലാണ്ട്. ഫുഡ് എത്തിക്കാൻ സമയമില്ലേ? നിങ്ങൾ ചെന്ന് ജോലി ചെയ്തോ. എന്താ സർ, എന്തു പറ്റി? എന്തിനാ ഇവിടെ നിർത്തിയേ? ഏയ് ഒന്നുമില്ല, നമുക്ക് കുറച്ചു സമയം ഒന്ന് സംസാരിച്ചിട്ട് പോകാം അപർണ. അയ്യോ സർ, ട്രിഡയുടെ മീറ്റിംഗിന് 10 മിനിറ്റിനകം എത്തണമെന്നല്ലേ സാർ പറഞ്ഞത്? എന്ത് ട്രിഡ, എന്ത് മീറ്റിംഗ്? സത്യത്തില് അപർണയോട് കുറച്ചു നേരം സമാധാനമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാ ട്രിഡയുടെ പേര് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപർണയ്ക്ക് തലവേദന എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് പേടിച്ചു, അപർണ വരാതിരിക്കുമെന്ന്. സർ എന്തൊക്കെയാ പറയുന്നേ? എത്രയോ ദിവസമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിട്ടാ ഞാൻ നടക്കുന്നത്. അപർണയ്ക്ക് അറിയാലോ, അപർണ അല്ലാതെ മറ്റൊരു സ്ത്രീ എന്റെ മനസ്സിലില്ല. സാറിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചിന്തകളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബാലു എനിക്ക് സൂചനകളും തന്നതാ, പക്ഷെ ബാലുവിനോട് ഞാൻ ദേഷ്യപ്പെടുക ചെയ്തേ, സാറിനെ തെറ്റിദ്ധരിച്ചതിൽ. ഞാൻ പോവാ സർ, ഇന്ന് തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്യും. റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ മെയിലും ചെയ്യും. സോറി സോറി. എന്താ ബാലു, എന്തു പറ്റി? അവരോടെ ആരുടെ കാര്യം ബാലഗോപാൽ ഈ പറയുന്നേ? അല്ല അപർണ, അപർണയ്ക്ക് എന്തു പറ്റി? എന്താ എന്തുറ്റി ബാലു? എന്തായാലും ബാലുവിന്റെ ചുറ്റിനും കൂടി നിൽക്കുന്നേ. ഒന്നുമില്ല. നീ അപ്പുന്റെ ദേഹത്ത് തൊടും അല്ലേടെന്നൊക്കെ ചോദിച്ച് ബാലഗോപാൽ ഒച്ച വെച്ച് സീറ്റിൽ നിന്ന് ചാടി എണീറ്റു. അല്ല ഞാൻ അത് വേണ്ട വേണ്ട, എനിക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്താ സംഭവിച്ചെന്ന്. സ്വപ്നം കണ്ടല്ലേ? ഞാനും എംഡിയും കൂടെ കാറി പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൂട്ടിയല്ലേ? ബാലു അയാൾ വളരെ ജെന്റിലായിരുന്നു. അനാവശ്യമായിട്ടൊരു നോട്ടം പോലും ഉണ്ടായിരുന്നില്ല. പഴയ കിരൺ അല്ല ഇപ്പോഴത്തെ കിരൺ. എനിക്കെന്തോ അയാളത്ര പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. ഇന്നലെ ക്യാബിനിൽ വിളിച്ച് സോറി എന്നും വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു അപ്പു എന്തെങ്കിലും ഒരു പണി വരുമെന്ന്. ഞാനത് പറയുകയും ചെയ്തായിരുന്നല്ലോ. ഇതവന്റെ നാടകം, എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുക,
BP ഒക്കെ നോക്കാറുണ്ടോന്ന്. അതൊക്കെ ബാലുവിന്റെ തോന്നലാ ബാലു. ആളിപ്പോ വളരെ ജെന്റിലാ. കിരൺ പറഞ്ഞതുപോലെ ഇപ്പൊ ഓഫീസ് കാര്യമേ ഉള്ളു ചിന്ത. നീ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഏയ് അങ്ങനെയൊന്നും ആലോചിക്കണ്ടേട്ടാ. എങ്ങനെ ആലോചിക്കണ്ടെന്ന്? നമ്മളിതേ നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. ഒരു റോഡ് ആക്സിഡന്റ്, ക്ലീൻ, കാര്യം തീരും. ചെയ്യാനുള്ള ആളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആ അല്ല, അതെ, ഈ കൊല്ലും കൊലയും ഒന്നും യാമിനി പറഞ്ഞതുപോലെ ഇപ്പോഴൊന്നും ചിന്തിക്കണ്ട. അതെ, അറ്റ കൈക്ക് മതി. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും അപ്പുവിനെ ഇവിടെ കൊണ്ടുവരണം. ഉടനെ കയറി ചെല്ലണമെന്നല്ല ഞാനും പറയുന്നേ. ഒന്നും നടന്നില്ലെങ്കിൽ അതിലേക്ക് എത്തണം. ഇരു ചെവി അറിയാതെ അത് നടത്താനും പറ്റും. എന്തായാലും അപ്പുവിന്റെ മനസ്സ് തകർക്കാൻ പാടില്ല. അപ്പുവിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന് കുറേ ദിവസം ഇവിടെ തന്നെ നിർത്തണം. ആ ദിവസങ്ങളില് നമുക്ക് യുക്തിപൂർവ്വം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും അവളെ ആ നശിച്ച സ്ഥലത്ത് നിന്ന് മാറ്റണം. നമ്മുടെ നിലവാരത്തിനൊത്തു തന്നെ നമ്മുടെ മോള് ജീവിക്കണം. ചേച്ചി, വിവാഹു വളരെ ആലോചിച്ചുറപ്പിച്ച ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അമ്മ ഇപ്പൊ നേരിട്ടോണ്ടിരിക്കുന്ന പ്രശ്നം ഏകാന്തതയാ. വല്ലാത്ത ഒറ്റപ്പെടലിന്റെ നടുവിലാ അമ്മ ഇപ്പോ. നമ്മുടെ കല്യാണം കഴിയുന്നത് വരെ നിങ്ങൾ 3 പേരും അമ്മയും 4 പേര്, 4 പേരും ഒറ്റ യൂണിറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പൊ അതല്ല. ഒരേ വീട്ടിലാണ് താമസമെങ്കിലും അമ്മയെ സംബന്ധിച്ച് ബാലു ഇപ്പോ കല്യാണം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുന്ന ഒരാളാണ്. അമ്മയുടെ മനസ്സിലെ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവയ്ക്കാൻ ഒരാളില്ല. ഒരു പ്രശ്നം വരുമ്പോ ഉപദേശിക്കാൻ ഒരു പങ്കാളിയില്ല. ഒറ്റപ്പെടലിന്റെ അസ്വസ്ഥതകളാ കുറേ ദിവസമായിട്ട് അമ്മയിൽ കാണുന്നത്. ഇന്നിവിടെ നമ്മളോട് സംസാരിക്കുന്നതിനിടയില് അമ്മ ഇമോഷണലായി. ഒക്കെ ഞാൻ പറഞ്ഞ ഒറ്റപ്പെടലിന്റെ സൈഡ് എഫക്റ്റാ. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അമ്മയെ വീണ്ടും ഒരു വിവാഹം ചെയ്യിച്ചാലോ? വിവാഹം അമ്മയ്ക്ക് പുതിയൊരു ജീവിതവും ജീവനും ഒക്കെ കൊടുക്കും. സാറ് നീ പറ. അപർണേച്ചി പറയുന്നത് സത്യമായിട്ടുള്ള കാര്യ. അമ്മയ്ക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അമ്മയെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാന്ന് പറയുമ്പോ മീനു, നീ എന്തു പറയുന്നു? അല്ല, ഇതുപോലെ വിവാഹങ്ങൾ ധാരാളം നടക്കാറുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെയുള്ള അവസ്ഥയില് മക്കള് കല്യാണം നടത്തി കൊടുക്കുന്ന ന്യൂസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും ഇതൊക്കെ അറിയുമ്പോ, നാട്ടുകാരറിയുമ്പോ. നാട്ടുകാരറിഞ്ഞ ലോകം അവസാനിക്കോ? നാട്ടുകാർക്ക് നമ്മുടെ കാര്യത്തിൽ എന്ത് കാര്യ? പോവാൻ പറ നാട്ടുകാരോട്. നിങ്ങൾ 3 പേരും എന്തു പറയുന്നു? നിങ്ങളുടെ അഭിപ്രായ ഏറ്റവും പ്രധാനം. എനിക്ക് സമ്മതം. സാഗറെ, മീനാക്ഷി, അപർണ പറഞ്ഞതിനോട് ഞാൻ 100 അല്ല 101% യോജിക്കുക. ഇത്രയും കാലം അമ്മ നമുക്ക് വേണ്ടി ജീവിച്ചില്ലേ? ഇനി അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കട്ടെ. അമ്മയ്ക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ? സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ അമ്മ? നമ്മുടെ അച്ഛനെന്ന് പറയുന്ന ആള് പാവം അമ്മയ്ക്ക് ഒരു നുള്ളു സ്നേഹമെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതിന് അമ്മ ഒരു മതി.
പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മോള് പൊയ്ക്കോ. അമ്മേ, ഞാൻ അമ്മയ്ക്കൊരു അമ്മയ്ക്കൊരു കല്യാണം ആലോചിക്കുന്നു അല്ലേ? കല്യാണപ്രായമാവുമ്പോ ഞാൻ അറിയിക്കാം. എന്ത് ധൈര്യത്തിലാ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്? അല്ല, ഞാൻ നിങ്ങൾക്കെല്ലാം ഒരു ബാധ്യതയായോ? ആരുടെ മുന്നിലും 5 പൈസക്ക് കൈനീട്ടി വരുന്ന നിങ്ങൾ പേടിക്കണ്ട. അമ്മേ, ഭർത്താവ് ജീവിച്ചിരിക്കേ. എന്താ അമ്മേ? അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുമില്ല മോളെ, എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ ദേഷ്യം വന്നിട്ട് എന്തെല്ലോ പറഞ്ഞു. ഒന്ന് ചെല്ല് മോളെ, ചെല്ല്.